ഗോലോകനാഥം നദപാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂരം നാനാവിഭൂഷാ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. അഭിവന്ദിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയം 1-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി ദേ സംഗവാർത്താ തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. സന്ധിവിച്ഛേദം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലം അപി യശസഃ നിസ്പൃഹൈഃ ച ഉപഗീതം അംഗാസംഗാ സദാ ശ്രീഃ അഖിലവിത്ത് അസി ന ക്വാപി തേ സംഗവാർത്താ തത് വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയഃ അസി. ഭഗവാനെ, ഭഗവാൻ എന്നുള്ള ആ പേരിന് ശരിക്കും അർഹതയുള്ളത് ഭഗവാന് തന്നെയാണ് എന്ന് സമർത്ഥിക്കുകയാണ്. ഐശ്വര്യം. ഭഗവാനെ, അവിടുത്തെ ഐശ്വര്യം എന്ന് പറയുന്നത്, അതായത് തൊട്ടു മുമ്പിലുള്ള ശ്ലോകത്തിലും മറ്റു ദേവന്മാരെക്കാളും ഭഗവാൻ തന്നെയാണ് ശ്രേഷ്ഠൻ എന്ന് സമർത്ഥിച്ചു. അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അവിടുത്തെ ആ ഈശ്വരത്വം എന്ന് പറയുന്നത് എത്രത്തോളമുണ്ട്? ശങ്കരാദീശ്വര വിനിയമനം. ശങ്കരൻ, ശ്രീ പരമേശ്വരൻ, ആദി ഈശ്വരന്മാര് തുടങ്ങിയ എല്ലാ ഈശ്വരന്മാരെയും വിനിയമനം, നിയന്ത്രിക്കുന്നത് ആകുന്നു. വീര്യം. അവിടുത്തെ വീര്യം എന്ന് പറയുന്നത് വിശ്വതേജോഹരാണാം തേജസ്സംഹാരി. വിശ്വതേജോഹരാണാം, ലോകത്തില് എല്ലാ തേജസ്സുകളെയും അല്ലെങ്കിൽ സർവ തേജസ്സിനെയും ഹരിച്ചെടുക്കുന്നവരുടെയും തേജസ്സിനെ സംഹരിക്കുന്നതാകുന്നു. വിമലം യശഃ അപി. അങ്ങയുടെ യശസ് എന്ന് പറയുന്നത് നിർമ്മലമായിരിക്കുന്നു. അല്പം പോലും അങ്ങയുടെ യശസ്സില് കളങ്കം ബാധിച്ചിട്ടേയില്ല, നിർമ്മലമായിരിക്കുന്നു. അതെങ്ങനെയപ്പോ അങ്ങനെ എങ്ങനെ പറയുവാൻ സാധിക്കും? അതെ, നിസ്പൃഹൈഃ ച ഉപഗീതം. അത് അങ്ങയുടെ യശസ് എന്ന് പറയുന്നത് നിസ്പൃഹന്മാരാൽ, അതായത് ഒന്നിലും ആഗ്രഹമില്ലാത്തവരാൽ കീർത്തിക്കപ്പെട്ടതത്രേ. എന്തെങ്കിലും ആഗ്രഹമുള്ളവരാണ് മറ്റുള്ളവരെ പുകഴ്ത്തുന്നത് എങ്കിൽ ആ യശസ് കളങ്കമുള്ളതാണ്. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി തൽക്കാലം പുകഴ്ത്തുന്നു, മാറിയാൽ പുകഴ്ത്താറില്ല. പക്ഷേ ഭഗവാനെ പുകഴ്ത്തുന്നത് ആരാണ്? നിസ്പൃഹന്മാര്, യോഗിവര്യന്മാര്. അവർക്ക് ഒന്നിലും ആഗ്രഹമില്ല. ഒന്നിലും ആഗ്രഹമില്ലാത്ത ഋഷിവര്യന്മാരാണ് ഭഗവാന്റെ യശസ്സിനെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങയുടെ യശസ് നിർമ്മലമായിരിക്കുന്നു, ആഗ്രഹങ്ങളൊന്നുമില്ല. വരം ചോദിക്കൂ ചോദിക്കൂ പറയുമ്പോഴോ ഒന്നും വേണ്ട ഭഗവാനെ, ഞങ്ങളെ പ്രലോഭിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് ഭഗവാനെ തന്നെ ആഗ്രഹിക്കുന്നവർ. ശ്രീഹി, സാക്ഷാത് ലക്ഷ്മി ഭഗവതി, സദാ അംഗാസംഗ,
ഭഗവാന്റെ അംഗത്തോടുള്ള ആഗ്രഹം കൊണ്ട് എപ്പോഴും ഭഗവാന്റെ ഉടലിനോട് ചേർന്ന് ഭഗവാന്റെ തിരുമാറിടത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. തൃപാദപത്മങ്ങളിൽ തുളസി അർച്ചിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സാക്ഷാത് ഐശ്വര്യ ദേവത. ത്വം അഖിലവിത്ത് അസി. അങ്ങാരാകുന്നു? അങ്ങ് പൂർണ്ണജ്ഞാനിയാകുന്നു, എല്ലാം അറിയുന്ന സർവജ്ഞനാകുന്നു അങ്ങ്. അഖിലവിത്ത്, ജ്ഞാനസ്വരൂപനാകുന്നു അങ്ങ്. തേ സംഘവാർത്ത ന ക്വാപി. അങ്ങയ്ക്ക് ആസക്തിയുടെ കണിക പോലും, എന്തിനോടെങ്കിലും ആസക്തി ഉണ്ടെന്ന് ആരും എവിടെയും വർണ്ണിച്ച് കണ്ടിട്ടില്ല. തത്, അതുകൊണ്ട് ഹേ വാതാകാരവാസിൻ, അലയോ ശ്രീ ഗുരുവായൂരപ്പ, ഹേ മുരഹര, അലയോ മുരാന്തക, ഭഗവത് ശബ്ദ മുഖ്യാശ്രയ അസി. അങ്ങ് തന്നെയാണ് ഭഗവൻ എന്ന പേരിന് പ്രധാനമായും ആശ്രയമായിരിക്കുന്നത്. അപ്പോ ഭഗവൻ എന്ന് പറയുമ്പോ ഭഗം 6 ഗുണങ്ങളുടെ കൂട്ടമാണ്. ഐശ്വര്യസ്യ, സമഗ്രസ്യ, വീര്യസ്യ, യശസ, ശ്രിയഃ, ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണാം ഭഗ ഇതീരണ എന്നാണ്. സമഗ്രമായത്, ഇത്തിരി ഒരു ഐശ്വര്യമല്ല. ഐശ്വര്യത്തിടമ്പ് ഭഗവാൻ. സർവേശ്വരൻ. എല്ലാ ഈശ്വരത്വവും ഭഗവാനിലാണ് നിൽക്കുന്നത്. എല്ലാ പേർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത്. അപ്പൊ സമഗ്രമായ ഐശ്വര്യം, അതേപോലെ വീര്യം, സമഗ്രമായ വീര്യം, സമ്പൂർണമായ വീര്യം, സമ്പൂർണമായ യശസ്. ഭഗവാന്റെ പ്രവൃത്തികൾ കൊണ്ട് ഭഗവാൻ ഉണ്ടായിരിക്കുന്ന നിർമ്മലമായ യശസ് നിസ്പൃഹന്മാര് പാടിപ്പുകഴ്ത്തുന്നത് കൊണ്ട് സമഗ്രമായിരിക്കുന്ന ആ കളങ്കമില്ലാത്ത യശസ്. പിന്നീട് ശ്രീ ഐശ്വര്യം, ലക്ഷ്മി ദേവി പോലും അങ്ങയിൽ വർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമഗ്രമായ ശ്രീ, സമഗ്രമായ ജ്ഞാനം, ജ്ഞാനസ്വരൂപനല്ലേ അങ്ങ്. ആ സമഗ്രമായ ആസക്തി ഇല്ലായ്മ. അങ്ങക്ക് ഒന്നിനോടും ഒട്ടലുണ്ടെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതാണ് അങ്ങ് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ, അങ്ങ് ശാശ്വത ആനന്ദ സ്വരൂപനാണെന്ന് തെളിയിച്ചുകൊണ്ട് വർത്തിക്കുന്നയാളാണ്. സമഗ്രമായ വൈരാഗ്യം, വിഗത രാഗം, അല്ലെ? ഒന്നിനോടും രാഗമില്ല, അങ്ങനെ ഒന്നിനോടും ഒട്ടലില്ല, സംഘമില്ല. അങ്ങനെ വർത്തിക്കുന്ന ഈ 6 ഗുണങ്ങളും സമഗ്രമായിരിക്കുന്ന അങ്ങാണ്. ഈ 6 ഗുണങ്ങളുടെയും സമൂഹത്തിന് ഭഗം എന്ന് പറയും. ഭഗമുള്ളത് ആരോ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവൻ. അതുകൊണ്ട് ഭഗവൻ എന്നുള്ള ശബ്ദത്തിന് ആധാരമായിരിക്കുന്നത് അങ്ങ് തന്നെയാണ് എന്ന് പറയുകയാണ്. വാതാകാരവാസൻ, വാത ആകാരവാസൻ. പാദം വായു, പ്രാണൻ, പ്രാണന്റെ പുരം നമ്മുടെ ശരീരം, ശരീരത്തിന്റെ നാഥനായിട്ട് ആത്മാവായിട്ടിരിക്കുന്നു. ഗുരുവായൂരപ്പനാണെങ്കിലോ ഗുരുവായ വായു, ശ്രേഷ്ഠമായ വായുദേവൻ, അതാ പ്രതിഷ്ഠിച്ച പുരം, ഗുരുവും വായുവും കൂടി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണല്ലോ. ബൃഹസ്പതിയും വായു ഭഗവാനും കൂടി. എല്ലാവർക്കും ആ കഥയൊക്കെ അറിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ബ്രഹ്മദേവൻ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം, വസുദേവര് പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം, ഭഗവാൻ തന്നെ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം ഇതാ എവിടെ സ്ഥാപിക്കണം, സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ ആജ്ഞപ്രകാരം ബൃഹസ്പതിയും വായുദേവനും കൂടി കൊണ്ടുവരുമ്പോ ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ, ഞാൻ മാറിയിരുന്നു കൊള്ളാം എന്ന് വിഷ്ണു ഭക്തന്മാരിൽ ഉത്തമനായിരിക്കുന്ന ശംഭു അതാ മാറിയിരുന്നു, അവിടെ പ്രതിഷ്ഠിച്ചു. ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചത് കൊണ്ട് ഗുരുവായൂര് മാറി, മഹാദേവര് മാറി എല്ലാ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടും വർത്തിക്കുന്ന ഊര് മമ്മിയൂരായി തീർന്നു അത്രേ. അങ്ങനെയുള്ള ശ്രീ ഗുരുവായൂരപ്പന്റെ മഹാചരിതമാണ്
ഈ ശ്രീമദ് നാരായണീയത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ സാരസംഗ്രഹമാണ് ശ്രീമദ് നാരായണീയം. ഏവർക്കും അറിയാം. ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഭക്തജനങ്ങൾ എല്ലാവരും ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും അതേപോലെ വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നും അനുഗ്രഹിക്കണം. നമസ്കാരം.